ുമെല്ലാം ഇൽമു പഠിക്കണം, നല്ല ആലിമുകൾ വരണം. ഈർക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് നല്ല വിജ്ഞാനം കൊടുക്കണം, അവരെ നല്ല ആലിമീങ്ങളാക്കി വളർത്തിക്കൊണ്ടുവരണം. ഇൽമു പഠിക്കുന്നത് കേവലം ദർസിൽ താമസിക്കുന്ന നാട്ടുകാരുടെ ഭക്ഷണം കഴിക്കുന്ന പാവങ്ങളാണെന്നല്ല കരുതേണ്ടത്. അവർ ഈ സമുദായത്തിന്റെ കാവൽക്കാരാണ്. നിങ്ങളുടെ മകൻ എയറോനോട്ടിക് എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരിക്കാം, നിങ്ങൾക്ക് 1 കോടി രൂപ ചെലവാകുന്നുണ്ടാകാം. ആ മകനേക്കാൾ മൂല്യമുള്ള മകനാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഫത്ഹുൽ മുഈൻ ഓതുന്ന മുത്തഅല്ലിമ്. അത് നിങ്ങളുടെ മോനായിരിക്കും, 1 കോടി രൂപ കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന മോനായിരിക്കും. പക്ഷെ അതിനേക്കാൾ വാല്യൂ ഉള്ളത് ഇവിടെ ഫത്ഹുൽ മുഈൻ ഓതുന്ന മുത്തഅല്ലിമിനാണ്. നിങ്ങളുടെ മകൻ MBBS ഏലപ്പോയിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ മംഗലാപുരത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. സീറ്റ് കിട്ടാൻ 50 ലക്ഷം കൊടുത്തു, പിന്നെ ഓരോ മാസവും ലക്ഷങ്ങളോ 10,000ങ്ങളോ ചെലവഴിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള നിങ്ങളുടെ മകനേക്കാൾ മൂല്യമുള്ളത് അതേ മഹല്ലി ഓതുന്ന ഈ ദർസിലെ മുത്തഅല്ലിമാണ്. ആ മുത്തഅല്ലിമാണെങ്കിൽ കാരണം എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ മൂല്യമുള്ളവർ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ നൂറാകുന്ന ദീനിന്റെ ഇൽമു കിട്ടുന്നവരെക്കാൾ തുല്യമായി ഉള്ള അല്ലാത്തവരും അവരും തുല്യരാണോ? ഒരിക്കലും അല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ മുത്തഅല്ലിമുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ളവരാണ്. അവരെ നമ്മൾ നന്നായി വളർത്തിക്കൊണ്ടുവരണം. ഒരു നാട്ടിൽ ആലിമില്ലെങ്കിൽ ആ നാടിനെ നയിക്കാനൊരു ഗൈഡുണ്ടാവുകയില്ല. ഒരു ആലിമിന്റെ ഭാഗ്യം എന്താണെന്നറിയുമോ? നമ്മളെ ആലിമിന്റെ ഭാഗ്യം എങ്ങനെയാണ്? എന്റെ മോൻ ഡോക്ടറായാൽ മാസം 2 ലക്ഷം രൂപ, എന്റെ മൂല്യരായാലോ 15,000 രൂപ. നമ്മൾ അങ്ങനെയാണ് മൂല്യം നിനക്ക് അന്വേഷിക്കുന്നത്. അല്ല പ്രിയമുള്ളവരെ, നിങ്ങളുടെ മകൻ ഡോക്ടറായാൽ നിങ്ങളുടെ മകൻ എഴുതുന്ന മെഡിസിൻ ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചു വെച്ച മരുന്നാണ്. നിങ്ങളുടെ മകനായാൽ അയാൾ പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ നിയമങ്ങളാണ്. ഒരാൾ ഓടി വന്നു, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞുപോയി, ഞാനും അവളും തമ്മിൽ തലാഖായി പോയിട്ടുണ്ടോ ഇല്ലേ? ഒരാൾ ഓടി വന്ന് പറയാണ്, അല്ല ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞുപോയി, അവളോടുള്ള തലാഖായി പോയോ ഇല്ലേ? നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുന്നത് ആരുടെ അഭിപ്രായമാണ്? ഉസ്താദിന്റെ അഭിപ്രായമല്ല. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അതാണ് ആ ചോദ്യത്തിന്റെ സാരം. അല്ലാതെ ഉസ്താദ് എന്നേക്കാൾ വലിയ ബുദ്ധിമാനായതുകൊണ്ട് ബുദ്ധിയിൽ നിന്ന് പറയാനല്ല. ഉസ്താദ് എന്നേക്കാൾ ഇവിടുത്തെ ലോ ഓഫ് ഇന്ത്യ അറിയുന്നത് കൊണ്ട് ഇന്ത്യൻ ലോ പറയാനല്ല. ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞുപോയി, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുമോ ഇല്ലേ? ഇതിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അതെ, അള്ളാഹുവിന്റെ തീരുമാനം പറയുന്നവരാണ് ആലിമീങ്ങൾ. അള്ളാഹുവിന്റെ നിയമം പറയുന്നവരാണ് ആലിമീങ്ങൾ. ആ അള്ളാഹുവിന്റെ നിയമം പറയുന്നവർക്കുള്ള മൂല്യം എത്ര വലുതാണ്! അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ആലിമീങ്ങളുടെ മൂല്യം അറിയണം, മുത്തഅല്ലിമീങ്ങളുടെ മൂല്യം അറിയണം. ആലിമീങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കണം, മുദർരിസുമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. സ്കൂളിലെ ഒരു അധ്യാപകന്റെ ശമ്പളമെങ്കിലും കൊടുക്കണം. അങ്ങനെയെങ്കിലും കൊടുക്കാൻ നമ്മുടെ സമുദായം തയ്യാറാവണം. നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് പൈസയുണ്ട്, പക്ഷേ പള്ളിയിലെ ഇമാമിന് ശമ്പളം കൊടുക്കാൻ നേരം പൈസയില്ല.
ഖതീബിന് ശമ്പളം കൊടുക്കാൻ നേരം പൈസയില്ല. അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരാണ് ഖതീബുമാർ. അവര് നല്ല പ്രൗഢിയിൽ ജീവിക്കണമെന്ന് സമുദായം തീരുമാനിക്കണം. നമ്മുടെ സമുദായത്തിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവരാണ് പണ്ഡിതന്മാർ. അവര് നല്ല പ്രൗഢിയിൽ ജീവിക്കണം എന്ന് സമുദായം തീരുമാനിക്കണം. അല്ലാതെ ഏറ്റവും കുറഞ്ഞ ഭക്ഷണേ ഉസ്താദ് കഴിക്കാവൂ, ഏറ്റവും ചെറിയ വീട്ടിലെ ഉസ്താദ് താമസിക്കാവൂ, ഏറ്റവും പഴയ ഉടുപ്പേ ഉസ്താദ് അണിയാവൂ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ധരിക്കണം. കാരണം ഈ നാട്ടിലെ ഇൽമിന്റെ കേന്ദ്രമാണ്, ആളുകൾ അവലംബിക്കുന്ന ആശ്രയമാണ്. പക്ഷേ മുത്തഅല്ലിമുകളെ, നമ്മൾ ഇൽമ പഠിക്കുന്നത് ഈ ലോകത്തെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തെ സ്ഥാനത്തിന് വേണ്ടിയാകരുത്. മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും ആ ഇൽമ കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് അല്ലാഹുവിന്റെ വജ്ഹിനെയാണ്. അല്ലാതെ നല്ല പൈസ കിട്ടാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്, സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്. റിളം ബിമാ യത്ലുബുഹു ഇന്നൽ മലായികത ലതദഉ അജ്നിഹതാ ലിത്വാലിബിൽ ഇൽമി റിളം ബിമാ യത്ലുബുഹു. ഒരു മുത്തഅല്ലിമ് ഇൽമ തേടി ഇറങ്ങുമ്പോൾ ആ തേടുന്നതിനോട് അല്ലാഹുക്ക് തൃപ്തിയുള്ളത് കൊണ്ട് മലക്കുകളെ കൊണ്ട് തണൽ വിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ഇൽമ പഠിക്കേണ്ടത് ഞാൻ വലിയ സമ്പന്നനാകണം എന്ന നിലക്കല്ല. അപ്പൊ ഇൽമിന്റെ സ്ഥാനം അറിയണം. എല്ലാ രക്ഷിതാക്കളും മക്കൾ ഒരാളെങ്കിലും ആലിമാക്കാൻ, മുത്തഅല്ലിമാക്കാൻ പരിശ്രമിക്കണം. പെൺമക്കളെ ഉള്ളോ അവര് നല്ല ഇൽമിന്റെ അഹ്ലുകാരാക്കണം. അവര് ഹാഫിളത്തുകളാകാം, ആലിമത്തുകളാകാം. അവര് അടുത്ത ഒരു തലമുറയെ പരിപാലിക്കേണ്ടവരാണ്. അവർക്ക് നല്ല ഇൽമ വേണം. നിങ്ങൾ അറിയുമോ, ഈ നാട്ടിൽ നിന്ന് ഒരുപാട് കോടിപതികൾ മരിച്ചു പോയിട്ടുണ്ടാകാം. അവരെ ഒന്നും ജനങ്ങൾക്ക് വേണ്ട. അതേ സമയത്ത് താജുൽ ഉലമയെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റൂല. താജുൽ ഉലമ സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടാക്കാൻ ചിന്തിക്കാതിരുന്ന ആളാണ്. ഇവിടുന്ന് എത്ര വലിയ മന്ത്രിമാരും ധനാഢ്യന്മാരും സമ്പന്നന്മാരും മരിച്ചുപോയി. അവരെ ഒന്ന് ഓർക്കാൻ ഇവിടെ ആളുകളില്ല. താജുൽ ഉലമയെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റൂല. കാരണം എന്താണ്? താജുൽ ഉലമ ഇൽമിന് സേവനം ചെയ്ത മാനാണ്, സയ്യിദാണെന്നതിനൊപ്പം വലിയ ആലിമാണ്. ആ ആലിമായ താജുൽ ഉലമ തങ്ങള് ഇവിടെ വെച്ചിട്ട് പോയത്, ജനങ്ങൾക്ക് നൽകിയത് വലിയ മാളികകളല്ല, ഇൽമിന്റെ ശേഷിപ്പുകളാണ്. നമ്മുടെ കൽവിൽ താജുൽ ഉലമ തങ്ങളോട് സ്നേഹമിട്ടു തന്നതാരാണ്? അത് ജല്ല ജലാലായ റബ്ബ് തന്നെ. നമുക്ക് മറക്കാൻ കഴിയൂല. നമുക്ക് നൂറുൽ ഉലമ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? എന്തായിരുന്നു നൂറുൽ ഉലമ ഉസ്താദ് സമ്പാദിച്ചത്? ഇൽമിന് വേണ്ടി ജീവിച്ചപ്പോ നൂറുൽ ഉലമയെ മറക്കാൻ കഴിയുന്നില്ല. നൂറുൽ ഉലമ ഉസ്താദിന്റെ കാലത്ത് എത്രയെത്ര സമ്പന്നന്മാര് മരിച്ചുപോയി. അവരെ സിയാറത്ത് ചെയ്യാൻ ആളുകൾ വരുന്നില്ല, അവരുടെ ചാരത്ത് ആളുകൾ വരുന്നില്ല, അവരെ നോക്കാൻ ചിലപ്പോ മക്കൾക്ക് പോലും നേരമില്ല. പക്ഷേ നൂറുൽ ഉലമ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ആളൊഴിഞ്ഞ നേരമില്ല, ആളുകളുടെ ഓർമ്മയിൽ നിന്ന് മായുന്നില്ല. എന്തേ? അത് ഇൽമിനുള്ള ബഹുമാനമാണ്. രക്ഷിതാക്കൾ മനസ്സിലാക്കണം, എന്റെ മോൻ ഗൾഫിൽ പോയി നല്ല പൈസ ഉണ്ടെന്ന നല്ല മോനായി. എന്റെ മകൻ നല്ല ഒരു ആലിമായാൽ അതിനു തുല്യമായി ഒന്നും വരാനില്ല. നല്ല ഉഖറവിയായ ഒരു മുത്തഅല്ലിമായി, നല്ല ഉഖറവിയായ ഒരു ആലിമായി എന്റെ മകൻ വന്നാൽ അതിനു തുല്യമായി ഒന്നുമില്ലെന്ന് ചിന്തിച്ച് നല്ല ഇൽമിന്റെ ഖിദ്മത്തെടുക്കുന്ന ആളുകൾ വേണം. ഈ സമുദായത്തിന് ഇവിടെ ആവശ്യമാരെയാണ്.
ഹലാലേതാണ് ഹറാമേതാണ് അത് വേർതിരിച്ചു പറയാൻ പറ്റുന്ന ആലിമീങ്ങൾ വേണേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരീശ്വരവാദികളും നിർമ്മിതവാദികളും ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്തുന്നവരും ആക്ഷേപിക്കുന്നവരുമൊക്കെ ഉറഞ്ഞുതുള്ളുന്ന കാലമാണ്. എന്നാൽ അവരെയെല്ലാം ഇന്നലകളിൽ മറുപടി പറഞ്ഞ് ഒതുക്കിയവരാരാണ്? ഈ സമുദായത്തിലെ ആലിമീങ്ങളാണ്. ഗസാലി ഇമാം തങ്ങൾ യുക്തിവാദികളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. അബൂബക്കർ ബാഖില്ലാനി തങ്ങൾ ആക്കാലത്തെ മുഴുവൻ ഇസ്ലാം വിമർശകരെയും തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അക്കാലത്തുള്ള നിർമ്മിതവാദികളെയും നിരീശ്വരവാദികളെയും ഖണ്ഡനം നടത്തിയും സംവാദം നടത്തിയും തോൽപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന് നല്ല കരുത്തുള്ള ആലിമീങ്ങൾ വേണം, നല്ല ബുദ്ധിയുള്ള പണ്ഡിതന്മാര് വേണം. നല്ല ദിഷണാശാലികളായ ആലിമീങ്ങൾ വന്നാൽ ഖുർആനും ഹദീസും ഇമാമീങ്ങളുടെ പ്രമാണങ്ങളും വെച്ചുകൊണ്ട് ഈ ദീനിനെ സംരക്ഷിക്കേണ്ടവർ ആലിമീങ്ങളാണ്. ആലിമീങ്ങൾ വേണം, നല്ല നല്ല പണ്ഡിതന്മാര് വേണം. ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ വലിയ മഹാന്മാരുണ്ട്. മേക്കൽ ഉസ്താദ്, ഷെറിയ ഉസ്താദ് തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാർ. അവരുടെ സ്ഥാനത്ത് പകരം വെക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ ദർസിലേക്ക് നല്ല ബുദ്ധിയുള്ള മക്കളെ വിട്ടോ. ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാരാണ്? ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി ആർക്കാണ് പ്രിയമുള്ളവരെ ഉള്ളത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ബുദ്ധി ആ കാലഘട്ടത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ബുദ്ധിയാണ്. ഇമാം ശാഫിഈ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിൽ വെച്ച് ചോദിച്ചു, ഇമാം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് അവിടുത്തെ അഭിപ്രായം എന്താണ്? അപ്പൊ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ഈ നിൽക്കുന്ന തൂണ് സ്വർണമാണെന്ന് വാദിച്ചാൽ അബൂ ഹനീഫ ഇമാം തങ്ങളെ ഗണ്ണിക്കാൻ ഞാൻ പോവില്ല. കാരണം അത് സമർത്ഥിക്കാനുള്ള ബുദ്ധി ഇമാം അബൂ ഹനീഫ തങ്ങൾക്കുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ദശലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാണ്. ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ പരം, 10 ലക്ഷത്തിൽ പരം ദശലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാണ്. അവരെ എല്ലാവരുടെയും ചരിത്രം മനപ്പാഠമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ വ്യാഖ്യാനം മനപ്പാഠമാണ്. ഖുർആൻ 7ാമത്തെ വയസ്സിലെ ഹിഫ്ളാണ്. അവരുടെ ഓർമ്മശക്തി ഇന്നിവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരു വട്ടം ഖുർആൻ ഓതി മനപ്പാടാക്കിയതല്ല. ഓരോ അക്ഷരം പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ അപ്പോഴവിടെ നിന്നതിന്റെ വ്യാഖ്യാന സഹിതം പറയാനുള്ള ഓർമ്മയാണ്. അങ്ങനെയുള്ള ചിന്തയുള്ള മഹാന്മാരാണ് നമ്മുടെ ഇമാമിയങ്ങളെ കഴിഞ്ഞു പോയവര്. അവരുടെ ചരിത്രം നമ്മൾ അറിയുന്നില്ല. അവര് കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വ്യാപ്തി നമ്മൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിജ്ഞാന സൗധം കേവലം ഒരു സാമ്പ്രദായിക മതസ്ഥാപനമായാൽ പോരാ. ഇവിടെ നിന്ന് നല്ല കിടയറ്റ ആലിമീങ്ങൾ ഈ സമുദായത്തിന് വരണം. അതിന് പറ്റുന്ന ഉസ്താദുമാർ ഇവിടെയുണ്ട്. വേണ്ട ഒത്താശ ഈ നാട്ടുകാർ ചെയ്തു കൊടുക്കണേ. നമ്മുടെ മക്കൾ നല്ല സയൻസ് പഠിക്കണം. ആ സയൻസ് ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് ഖുർആൻ വെച്ചുകൊണ്ട് മറുപടി പറയണം. അപ്പൊ ഖുർആനും സയൻസും പഠിക്കുന്ന മക്കള് വരണം. ഭൗതിക ശാസ്ത്രം പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ ആയുധം നമ്മുടെ കയ്യിലെടുക്കണം. അതുപോലെ തന്നെ ഏതെല്ലാം വിമർശനങ്ങളാണോ വരുന്നത്, ആ വിമർശനങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ കയ്യിൽ ഇൽമിന്റെ ആയുധം വേണേ.
ആ ഇൽമുള്ള ഒരു മുത്തഅല്ലിമായ ഒരു മകൻ മുത്തഅല്ലിമാണ്. ഉമ്മ മരിച്ചുപോയി. ആ ഉമ്മാന്റെ ഖബറിലേക്ക് മലക്കുകൾ വരുമ്പോ അവര് വല്ല കുറ്റത്താൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ഇസ്തഹിയത്തിൽ മലായിക, മലക്കുകൾക്ക് നാണമായി പോയി. ആ ഇൽമ പഠിക്കുന്ന മോന്റെ ഉമ്മാനെ എങ്ങനെ ശിക്ഷിക്കാനാ? ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അപ്പൊ നമ്മുടെ മകൻ ഒരു ആലിമായാൽ, ഒരു മുത്തഅല്ലിമായാൽ നമുക്ക് ഈ ലോകത്തെ ഇസ്സത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നൂറുൽ ഉലമ ഉസ്താദിന്റെ ഉപ്പക്ക് നൂറുൽ ഉലമയിൽ നിന്ന് എന്തെല്ലാം കിട്ടിപ്പോയി. നമ്മൾ ഇന്ന് ഇശാ നിസ്കരിച്ചിട്ട് വന്നവരാണ്. ഈ ഇശാ നിസ്കരിച്ചതിന്റെ ഒരു പ്രതിഫലം ഇമാമുൽ ശാഫഈ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കോടാനകോടി ആളുകൾ ഇശാ നിസ്കരിച്ചതിന്റെ ഒരു കൂലി ശാഫഈ ഇമാം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ശാഫി ഇമാം തങ്ങളാണ് നിസ്കാരത്തിന്റെ ഫർള് എത്ര, നിസ്കാരത്തിന്റെ ശർത്ത് എത്ര, നിസ്കരിക്കേണ്ട ചിട്ട എങ്ങനെ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരിൽ അങ്ങേ തലക്കൽ ഉള്ള വലിയ ഉസ്താദുമാരിൽ ഒരാൾ ഇമാം ശാഫഈ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കരിച്ചതിന്റെ ഒരു കൂലി ഇമാമുൽ ശാഫഈ തങ്ങൾക്കുണ്ട്. ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ഹനഫികൾ നിസ്കരിച്ചു ഇന്ന് ഇശാ. അവർ ഇശാ നിസ്കരിച്ചതിന്റെ ഒരു കൂലി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനുണ്ട്. എല്ലാവരും നിസ്കരിച്ച ഇബാദത്തുകളുടെ ഒരു കൂലി സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. കാരണം അൽ മുഅല്ലിമുൽ അവ്വലാണ് വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിൽ നിന്ന് എല്ലാവരും എടുത്തുകൊണ്ടുവന്നത് ആ ഇൽമിന്റെ ലോകത്ത് നിന്നാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുല്യമായ സ്ഥാനമാണ്. രണ്ടാമത്തേത് ഇസ്റാ മിഅ്റാജിന്റെ ആത്മാവാണ്. മൂന്നാമത്തേത് ഇൽമിന്റെ ബഹുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് ഇൽമ്. നമ്മുടെ നിസ്കാരം എങ്ങനെയാകണം? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്നവർ ആലിമീങ്ങളാണ്. ഇൽമുള്ളവർക്കാണ് ഓരോന്നിന്റെയും ഗൗരവം അറിയുന്നത്. ആ ഗൗരവം അറിഞ്ഞുകൊണ്ട് വേണം ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരല്പസമയം അടുത്തേക്ക് വന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തിക്കോളാം. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ ആദ്യമേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയില്ലേ? അല്ലാഹു തആല എല്ലാം നമുക്ക് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. നമുക്ക് അല്ലാഹുവിലേക്ക് ചേരാനുള്ള വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടാൽ ആ കേൾക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ കൽബിലേക്ക് ബഹുമാനം വരണം. മുൻഗാമികളായ സ്വാലിഹീങ്ങളെ നമ്മളൊന്ന് നോക്കിയാൽ അവരുടെ ജീവിതം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ്. അതാ ഇമാമീങ്ങൾ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം. വഅലം അന്ന ഹുർമത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി
وتوقيره وتعظيمه لازم كما كان حال حياته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ജീവിതകാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ വഫാത്തായ നബി തങ്ങളെയും ബഹുമാനിക്കണം. വദാലിക ഇൻദ ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ്. വദിക്രി ഹദീസിഹി വസുന്നതിഹി, അവിടുത്തെ ഹദീസ് പറയുമ്പോഴും അവിടുത്തെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോഴുമാണ്. വസിമാഇ ഇസ്മിഹി വസീറതിഹി, അവിടുത്തെ ചരിത്രം കേൾക്കുമ്പോഴും അവിടുത്തെ പേര് കേൾക്കുമ്പോഴും ബഹുമാനം വരണേ. എന്നിട്ട് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ബഹുമാനപ്പെട്ട അബുൽ ഖാസിം മുഹമ്മദ് ബിൻ ബഖീ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാര് വിശദീകരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം വഫാത്തിനു ശേഷം ജീവിതകാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ബഹുമാനം വേണം. അതല്ലേ നാദറ അബൂ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി, അമീറുൽ മുഅ്മിനീൻ, അന്നത്തെ ഭരണാധികാരിയാണ്. നാദറ മാലിക്കൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഗൗരവമായ സംഭാഷണം നടത്തി. ഫീ മസ്ജിദി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വെച്ച് മുനാദറ നടത്തിയപ്പോൾ, ഗൗരവമായ സംഭാഷണം നടത്തിയപ്പോൾ, അല്ലാതെ ഖണ്ഡന മണ്ഡലങ്ങളോ തർക്ക വിതർക്കങ്ങളോ അല്ല, ഗൗരവമായ സംഭാഷണം നടത്തിയപ്പോൾ ഫഖാല ലഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ നേതാവായ ഭരണാധികാരി, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി, ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. കാരണം എന്താണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, മുതഅല്ലിമീങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, സാധാരണക്കാരൊന്ന് സൂക്ഷ്മതയോടെ കേൾക്കണേ. യാ അമീറൽ മുഅ്മിനീൻ, ഓ ഭരണാധികാരി, ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി, ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത്. ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ, അല്ലാഹു തആല ഒരു ജനതയെ ചിട്ട പഠിപ്പിച്ചു. ആ ചിട്ട എന്താണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, മുത്തുനബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തല്ലേ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. വമദഹ ഖൗമൻ, മറ്റൊരു സമുദായത്തെ കുറിച്ച് അല്ലാഹു തആല മഹത്വം പറഞ്ഞു. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ശബ്ദം താഴ്ത്തുന്നവരെ കുറിച്ച് അല്ലാഹു തആല ബഹുമാനം പറഞ്ഞു. വദമ്മ ഖൗമൻ, മറ്റൊരു സമുദായത്തിന്റെ മോശവും അല്ലാഹു തആല പറഞ്ഞു. അവരാരാണ്? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, മുത്തുനബി തങ്ങളുടെ വീടിന്റെ പിൻഭാഗത്ത് നിന്ന് വിളിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മോശത്തരം പറഞ്ഞു. അപ്പൊ തങ്ങളുടെ സന്നിധിയിൽ ശബ്ദമുയർത്തരുതെന്ന് ഖുർആനിലുണ്ട്. തങ്ങളുടെ അടുക്കൽ ശബ്ദം താഴ്ത്തിയവരുടെ ബഹുമാനം ഖുർആനിലുണ്ട്. തങ്ങളുടെ വീടിന്റെ പിന്നാലെ വന്ന് വിളിച്ചവർ അവര് മോശക്കാരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. അക്സറുഹും ലാ യഅഖിലൂൻ എന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ വഇന്ന ഹുർമതഹു മൈതൻ കഹുർമതി ഹയ്യാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായതിനു ശേഷം അവിടുത്തെ ബഹുമാനം ജീവിച്ചിരിക്കുമ്പോഴുള്ള ബഹുമാനം പോലെ തന്നെ. അതുകൊണ്ട് ഈ മസ്ജിദുൻ നബവിയിൽ നിന്ന് ശബ്ദമുയർത്തരുതെന്ന് ഭരണാധികാരിയോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫത്തകാന ലഹാ അബൂ ജഅഫർ, ആ കൽപ്പനയോട് അബൂ ജഅഫർ അൽ മൻസൂർ വിനയം കാണിക്കുകയാണ്.
എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ അബാ അബ്ദില്ലാ, ഓ മാലിക് ഇമാമേ, അസ്തഖ്ബിലുൽ ഖിബ്ല വ അദ്ഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹ്, ഞാൻ ഈ മദീനത്തെ പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുമ്പോ തങ്ങളുടെ മുഖത്തിനു നേരെയാണോ തിരിയേണ്ടത്, ഖിബിലക്ക് നേരെയാണോ തിരിയേണ്ടത്? തങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ ഖിബിലക്ക് വിപരീതമായിട്ടാണ് നിൽക്കേണ്ടത്. കാരണം തങ്ങളുടെ തിരുമുഖം ഖിബിലക്ക് നേരെയാണല്ലോ ഉള്ളത്. അപ്പൊ തങ്ങളുടെ തിരുമുഖത്തിന് നേരെയാണോ തിരിയേണ്ടത്, അതല്ല ഖിബിലക്ക് നേരെയാണോ തിരിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് തങ്ങൾ ചോദിക്കുകയാണ്, വലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങൾ മുത്തുനബി തങ്ങളുടെ നേരെ തിരിച്ച മുഖം പിന്മാറ്റുന്നത്? തങ്ങളെ വിട്ട് തിരിയേണ്ട ആവശ്യം എന്താണ്? ഫഹുവ വസീലതുക, അത് നിങ്ങൾക്ക് അല്ലാഹുവിലേക്കുള്ള ഇടനിലയാണ്. വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ അടുക്കൽ വസീലയാണ്, ആദം നബിക്കുള്ള ഇടനിലയാണ്, നിങ്ങൾക്കുള്ള ഇടനിലയാണ്. ഇലല്ലാഹി, അല്ലാഹുവിലേക്കുള്ള മധ്യവർത്തിയാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് ചേരാനുള്ള വഴി ഇതേ നബി തന്നെ. പിന്നെന്തിനാണ് നിങ്ങൾ മുഖം തിരിക്കുന്നത്? ഇമാം മാലിക് തങ്ങൾ ചോദിച്ചത് ഞാനിപ്പോൾ വായിച്ചത് ഖാദി ഇയാദ് തങ്ങളുടെ ശിഫയിൽ നിന്നാണ്. ലോകപ്രസിദ്ധമായ കിതാബാണ് കിതാബു ശിഫ. അതല്ലേ ശിഫയറിഞ്ഞാൽ ആർക്കെങ്കിലും തങ്ങളെ അറിയണോ? ശിഫ വേണം. ആ ശിഫയറിഞ്ഞില്ലെങ്കിൽ മുത്തുനബി തങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ലൗല ശിഫ ലമാ ഉരിഫൽ മുസ്തഫ ലൗലൽ ഇയാദ്, ഖാദി ഇയാദ് തങ്ങളില്ലായിരുന്നെങ്കിൽ മൊറോക്കോയെ ആരും അറിയുമായിരുന്നില്ല. ശിഫ അറിഞ്ഞില്ലെങ്കിൽ മുത്തുനബി തങ്ങളെ അറിയാൻ കഴിയൂല. അങ്ങനെ പറയപ്പെട്ട കിതാബാണ് കിതാബു ശിഫ. അതെഴുതിയ മഹാനാണ് ഖാദി ഇയാദ് അൽ-ഹസബി റഹിമഹുല്ലാഹ്. ഞങ്ങൾ ഒരിക്കൽ മക്കയിൽ ചെന്നപ്പോൾ മുഹമ്മദ് ബിൻ അലവി മാലിക്കി തങ്ങളുടെ ദർസിൽ ഒരു ദുആ നടക്കുകയാണ്. ആ ദുആയിൽ പ്രഗൽഭരായ ഇമാമിങ്ങളെയും അവരുടെ കിതാബും തവസ്സുൽ ചെയ്തുള്ള ദുആ ആണ്. അല്ലാഹുവേ, സ്വഹീഹുൽ ബുഖാരിയും ഇമാം ബുഖാരി തങ്ങളെയും തവസ്സുൽ ചെയ്യുന്നു. എന്നിട്ടോ ബിശ്ശിഫാ വഇയാദിഹി, കിതാബു ശിഫയും ഖാദി ഇയാദ് തങ്ങളെയും തവസ്സുൽ ചെയ്യുന്നു. ഓ മുതഅല്ലിമീങ്ങളെ, കിതാബു ശിഫ പൂർണ്ണമായും ഓതിയിട്ട് ഖത്മാകുന്ന മജ്ലിസിനെ കുറിച്ച് പ്രത്യേകം കിതാബുണ്ട്. ഖത്മുൽ ബുഖാരിയെ കുറിച്ച് കിതാബുള്ളതുപോലെ ഖത്മുശ് ശിഫയെ കുറിച്ച് കിതാബുണ്ട്. വലിയ ഇജാബത്തുള്ള മജ്ലിസാണ്. അൽഹംദുലില്ലാഹ്, സാധുക്കളായ ഞങ്ങൾ കൊല്ലം ഖാദിസിയയ്ക്ക് കീഴിൽ നടക്കുന്ന ത്വയ്ബ സെന്ററിൽ എല്ലാ കൊല്ലവും മുതഅല്ലിമീങ്ങൾക്ക് ശിഫ ഓതി കൊടുക്കാറുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ ഖത്മുശ് ശിഫയുടെ മജ്ലിസ് ഞങ്ങൾ നടത്താറുണ്ട്. ഈ ശിഫയുടെ പ്രധാന ഭാഗങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾ ദർസ് നടത്തിയത് നിങ്ങൾക്ക് ഓൺലൈനിൽ കിതാബ് ദർസു ശിഫ എന്ന പേരിൽ കിട്ടും. അത് നിങ്ങൾ കേട്ടാൽ ഈ കിതാബിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതാൻ ലളിതമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അൽഹംദുലില്ലാഹ്, ഈ കോവിഡ് കാലത്ത് തുടങ്ങി അവസാനിപ്പിച്ച ഒരു ദർസിന്റെ പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുന്ന അശ്ശമായിലുൽ മുഹമ്മദിയ 413 ഹദീസുകളുള്ള കിതാബ്. അത് 20
29 ദിവസം കൊണ്ട് ഓതി തീർത്തതും നിങ്ങൾക്ക് ദർസുൽ ശമായിൽ എന്ന പേരിൽ യൂട്യൂബിൽ ലഭിക്കും. അങ്ങനെ 29 ദിവസം നിങ്ങൾ കേട്ടാൽ തുറമുദി ഇമാം തങ്ങൾ എഴുതിയ കിതാബുൽ ശമായിൽ നിങ്ങൾക്ക് ഓതിയതുപോലെ കേൾക്കാം. ഇൻഷാ അല്ലാഹ് അൽ ഉർജൂസത്തുൽ മീയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ചുരുക്കി പറയുന്ന 100 വരിയുള്ള കിതാബ്, ബൈത്തിന്റെ കിതാബ്, അത് ഞങ്ങൾ ത്വയ്ബയുടെ പേരിൽ ഖത്മാക്കുന്ന ദർസുകൾ നടത്താറുണ്ട്. അൽഫിയത്തുസ് സീറത്തുൻ നബവിയ്യ, ഇമാം ഇറാഖി തങ്ങളുടെ അൽഫിയത്തുസ് സീറ ഞങ്ങൾ ത്വയ്ബയിൽ നിന്ന് ദർസ് എടുക്കാറുണ്ട്. ഇതൊക്കെ മുത്തുനബി തങ്ങളെ പഠിക്കാനുള്ള കിതാബുകളാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമങ്ങളെല്ലാം കബൂൽ ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം നിൽക്കുന്ന ഖൽബ് അല്ലാഹു നമുക്ക് നൽകട്ടെ.